الرجيم بسم الله الرحمن الرحيم الحمد لله الواحد القهار الصمد الجبار الحمد لله الأحد الغفار الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار حسبنا الله حسبنا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالدي صدق الله صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين من سره أن يمد له في عمره ويزاد في رزقه فليبر والديه وليصل رحمه كما قال شفيعنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين يا زينة الكونين جدلي وافرا يا بهجة الدهرين كلي ناصرا يا غافر العاسين كلي غافرا يا أكرم الثقلين يا كنز الورى جدري بجودك أرضني برضاك يا سيدي مددي سندي ويا وددي مؤيدي مددي أمدي على شددي مسيدي سددي ألدي بلا عددي كن آخذا بيدي خواجة معين الدين لي خمسة نتفي بها هرو الوباء الحاتمة المصطفى والمرتضى وابناهما والفاطمة أنت تتلو بيننا
في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاهي والحبيب العربي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاهي والحبيب العربي والحبيب العربي. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ നമ്മുടെ ഈ സദസ്സിൻ്റെ അനുഗ്രഹവും അഹ്ലുബൈത്തിന്റെ പ്രഭയും പ്രകാശവും ഒക്കെയായ ബഹുമാനിനും ആദരണീയനുമായ PMS തങ്ങൾ വടുതല, അൽഹംദുലില്ലാഹ് ഈ സദസ്സിലിരിക്കുന്ന പണ്ഡിത പ്രമുഖൻ ബഹുമാനായ KM കുഞ്ഞു മുഹമ്മദ് മൗലവി, ബഹുമാനിനും ആദരണീയനുമായ അബ്ദുൽ ഹമീദ് മൗലവി, മുഹമ്മദ് മൗലവി, ഷാജാൻ ഉസ്താദ് ഉൾപ്പെടെയുള്ള മറ്റ് ഈ നാടിൻ്റെ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ദീനിൻ്റെ ദഅവത്തിൻ്റെ മേഖല വളരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന അഭിദേകാംക്ഷികളായ പണ്ഡിത പ്രമുഖരെ, വിശിഷ്യ ഇസ്ലാമിക് ദഅവ സെന്റർ ഇസൽ എന്ന് പേരിട്ടിരിക്കുന്ന വടുതലയിലെ വർഷങ്ങളായി ഇവിടുത്തെ ദീനീ പ്രവർത്തന പ്രബോധന മേഖലയ്ക്കും കാരുണ്യ പ്രവർത്തനത്തിനുമെല്ലാം മുഖ്യമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നാട്ടിലെ ചുറുചുറുക്കുള്ള പ്രധാനപ്പെട്ട യുവ സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാഹ് അഷ്റഫ് സാഹിബ് ഉൾപ്പെടെയുള്ള അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന, അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന പ്രിയപ്പെട്ട അഭ്യുദയകാംക്ഷികൾ, അൽഹംദുലില്ലാഹ് നാളെ ഗൾഫിലേക്ക് പോകാനുള്ള കാസർഗോഡ് നിന്ന് ഇവിടെ എത്തിയ എൻ്റെ ബഹുമാനായ അൻവർ എന്ന സഹോദരൻ ഉൾപ്പെടെയുള്ള അൽഹംദുലില്ലാഹ് ഈ സദസ്സിൽ വന്നു ചേർന്ന പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, ഉമ്മബെങ്ങന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ഉസ്താദുമാരെ, കുഞ്ഞനുജന്മാരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രപഞ്ചനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ. ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും അല്ലാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് പുറത്തു മാഫാക്കി തരട്ടെ. പാപമില്ലാത്ത ജീവിതം കാഴ്ചവെച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്നതിനുള്ള മഹാഭാഗ്യം അല്ലാഹു ഈ നല്ല മജ്ലിസിന്റെ ഭംഗി കൊണ്ട് അല്ലാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവിടെ ഖബർ ജീവിതം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആ ഖബറിന്റെ അകത്തെ സമാധാനവും സന്തോഷവും സംതൃപ്തിയും ആനന്ദവും അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ സദസ്സിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഇവിടെ വന്നിരിക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, എല്ലാവർക്കും അല്ലാഹു ഇവിടെ ചെലവഴിച്ചതിന്റെ പ്രതിഫലം ഏറ്റവും വലിയ നന്മയുടെ കൂലിയാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്വർഗത്തിലേക്കൊരു വാതിൽ എന്ന മനോഹരമായ ഒരു വിഷയം വടുതലയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ സഹോദരിമാരുടെ മുന്നിൽ എല്ലാ വർഷവും വ്യത്യസ്തമായ ഓരോ നമ്മുടെ മനസ്സിൽ തട്ടുന്ന ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കാറുള്ളത് പോലെ ഈ വർഷവും രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സാമ്പത്തിക ആർത്തിയും അത്യാർത്തിയും ഒഴിവാക്കി ഈ നാടിൻ്റെ നന്മയും ഈ നാടിൻ്റെ ദീനീ ദഅവത്തും വളർച്ചയും ഉയർച്ചയും ഒക്കെ ആഗ്രഹിച്ച് ഇവിടുത്തെ പ്രിയപ്പെട്ട ചുറുചുറുക്കുള്ള ഉന്മേഷവാന്മാരായ ദീനീ തൽപരരായ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ നിതാന്തമായ പരിശ്രമ ഫലമായിട്ടാണ് ഈ വേദി അല്ലാഹു നമുക്ക് തന്നിരിക്കുന്നത്. അല്ലാഹു ആ മക്കൾക്ക് നല്ല പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇടയിൽ എവിടെയെങ്കിലും കസേര ഒഴിവുണ്ടെങ്കിൽ അത് വോളണ്ടിയേഴ്സ് കാണിച്ചു കൊടുക്കുകയും നിൽക്കുന്ന സഹോദരങ്ങൾ അവിടേക്ക് വന്നിരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തണം. ഇടയിൽ ഒഴിവുണ്ടോ? ഇടയിൽ എവിടെയെങ്കിലും കസേര
ഒന്ന് രണ്ടെണ്ണം ആ ഭാഗത്തുണ്ട്. അവ നിൽക്കുന്നവർക്ക് അവിടെ ചെന്നിരിക്കാം. ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട. അൽഹംദുലില്ലാ, നല്ല വിഷയം ചർച്ച ചെയ്ത് കണ്ണീരോടെ ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ നല്ല സംഗമത്തെ പൂർണ്ണമായും സ്വീകരിക്കട്ടെ. സ്ത്രീകളുടെ ഏറ്റവും പുറകിൽ ഉള്ള സഹോദരിമാർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇടയിൽ കസേര ഒഴിവുള്ള ഭാഗത്തേക്ക് ആ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് കടന്നു വരാനുള്ള സംവിധാനവും സൗകര്യവും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ചെയ്തു കൊടുക്കണം എന്ന് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുന്നു. പുറകിൽ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. സഹോദരങ്ങൾക്ക് അവിടെ നല്ല സൗകര്യമുണ്ട്. എങ്കിൽ പോലും ഒഴിവായ കസേരകൾ അങ്ങനെ ഇടാതെ ധാരാളം ആളുകൾ നിൽക്കുമ്പോൾ അവർക്ക് കൂടി ഇരിക്കാനുള്ള സംവിധാനവും സൗകര്യവും നമ്മൾ ചെയ്തു കൊടുത്ത് ഈ സദസ്സിൻ്റെ ദുആഇൻ്റെ ഇജാബത്തിന് ശക്തി കൂട്ടുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൂർണ്ണമായ പൊരുത്തം നേടി ഇബാദത്ത് കൊണ്ട് ഇന്നും ആരും എത്തിപ്പിടിക്കാത്ത വലിയ പദവിയിലേക്ക് എത്തണം എന്ന് അതിയായി ആഗ്രഹിച്ച ഒരു ആബിദായ സോലിഹായ മനുഷ്യൻ, ഞാൻ എത്തിയതുപോലെ ഇബാദത്ത് കൊണ്ട് ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുമ്പിൽ എത്താൻ പാടില്ല. ഏറ്റവും വലിയ സൽക്കർമ്മം കൊണ്ട്, ഏറ്റവും വലിയ പുണ്യം കൊണ്ട്, ഇബാദത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിലെത്തേണ്ടത് ഞാനായിരിക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് ഇബാദത്ത് പരിശ്രമം നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ, ആ പ്രിയപ്പെട്ട സഹോദരനെ സംബന്ധിച്ചിടത്തോളം രാവും പകലുമില്ലാതെ ഇബാദത്ത് നടത്തുകയാണ്. അതല്ല, എന്റെ പടച്ചതമ്പുരാന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സുന്നത്ത് നമസ്കാരം എന്ന ഇബാദത്ത് പൂർത്തീകരിക്കണമോ? ഈമാൻ നശിക്കാനാണ്, നശിപ്പിക്കാനാണ് നീ കടന്നു വരുന്നതെങ്കിൽ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവളെ നിനക്ക് ഞാൻ അതിന് അനുമതി തരില്ല. മുമ്പിൽ വന്ന് നിരന്നുകൊണ്ട് അയാൾ പുറത്തിറങ്ങി. ജനങ്ങൾ കല്ലെറിയുമ്പോ പറഞ്ഞു, നിങ്ങൾ കല്ലെറിയരുത്. ആ പെണ്ണു പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ആ പെണ്ണു പറഞ്ഞു, ഈ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ പിതാവ് നിങ്ങളെ പ്രിയപ്പെട്ട ആരിഫായ ഔലിയായ മനുഷ്യന് പുച്ഛിച്ചു തള്ളിയപ്പോ ആ വിലായത്തിന്റെ പദവിയിലേക്ക് ഇബാദത്ത് കൊണ്ട് പറന്നുയർന്നു പോയ മനുഷ്യൻ ആ കുഞ്ഞിന്റെ ചാരത്ത് വന്നിട്ട് പറയുകയാണ്, പൊന്നുകുഞ്ഞേ നീ പറയുക, ആരാണ് നിന്റെ പിതാവെന്ന് പറയുക. ഞാനാണ്. ആ ഒരു സെക്കൻഡിൽ ഉമ്മയുടെ കണ്ണ് നന്നെടുകുന്നതിന് കാരണക്കാരനായി നീ മാറിയപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഒരു വേദനയും, ആ ഒരു വേദനയും, ആ ഒരു വിഷമവും, ആ ഒരു പ്രയാസവും ഈ ലോകത്തിലും വിട പറയുന്നതിന് മുമ്പ് നേരത്തെ ശരിയാക്കി വെച്ചാൽ മതിയായിരുന്നു. ഞാൻ എന്നും വാത് പറഞ്ഞല്ലേ ഇവിടെ, നിങ്ങൾക്ക് അറിയില്ലേ എന്റെ വാത് എങ്ങനെയാണ്, എന്താണ് എങ്ങനെ ചെയ്യേണ്ടത്. ഇപ്പൊ ആദ്യമായിട്ടാണല്ലോ സുഖരസങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ശാപമുണ്ടെന്നാണ്. മാത്രമല്ല അസമ്മഹും വഅമാബ്സാറഹും, അവരെ കണ്ണുകാഴ്ചയില്ലാത്ത, ചെവി കേൾവിയില്ലാത്ത, അവരെ ദുനിയാത്തിൽ പോയി ഹജ്ജ് ചെയ്ത് മടങ്ങി വന്നാൽ ആയിരക്കണക്കിന് പ്രാവശ്യം ഹജറുൽ അസ്വദിന്റെ ചുവട്ടിലേക്ക് നിന്റെ ചുണ്ടുകളെ ചേർത്ത് വെച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിനക്ക് സ്വർഗം വേണമോ? എന്റെ വടുതലക്കാരാ, നിനക്ക് സ്വർഗം വേണമോ? എന്റെ പെങ്ങളെ, നിനക്ക് സ്വർഗം വേണമോ? എന്റെ മുമ്പിലിരിക്കുന്ന ആ പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക. എന്താണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടാകും അല്ലാഹ്. ആ പ്രിയപ്പെട്ട ഉമ്മ പിന്നെ അനുഭവിക്കുന്ന കഷ്ടപ്പാട്, സങ്കടവും നൊമ്പരവും എല്ലാം, ആ പ്രിയപ്പെട്ട ഉമ്മ പിന്നെ അനുഭവിക്കുന്ന ത്യാഗം എത്രയാണ്, കഷ്ടപ്പാട് എത്രയാണ്. ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മനസ്സിന്റെ അകത്ത് മുഴുവനും നിന്റെ ചിന്തയാണ്. ഇന്ന് നിനക്ക് ആ ഉമ്മയെ വേണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മനസ്സിന്റെ അകത്ത് മുഴുവനും നിന്റെ ചിന്തയാണ്. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനാണെങ്കിൽ പൊന്നുമോനല്ലെങ്കിൽ മോള് ഒരപകടവും സംഭവിക്കാതെ എന്റെ കൈവെള്ളയിലേക്ക് വന്നിരുന്നെങ്കിൽ അല്ലാഹുവേ, പടച്ചവനെ, ഒരു വിഷമവുമില്ലാതെ, വോളിയം കുറച്ചു വെക്ക്, എല്ലാം കുറച്ചു വെക്ക്. അല്ലാഹുവേ പടച്ചവനെ, ഒരു പ്രയാസവുമില്ലാതെ, ഒരു വിഷമവുമില്ലാതെ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്ത ദിവസങ്ങൾ, ഭക്ഷണം കഴിക്കുന്നത് മുഴുവനും നിനക്ക് വേണ്ടി, ഉറങ്ങുന്നത് മുഴുവനും നിനക്ക് വേണ്ടി,
സന്തോഷിക്കുന്നത് മുഴുവനും നിനക്ക് വേണ്ടി. ആ ഉമ്മയുടെ ഉദരത്തിനകത്ത് കിടക്കുന്ന കുഞ്ഞിനൊരു തകരാറും സംഭവിക്കാതിരിക്കാൻ എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട ഉമ്മ എന്തുമാത്രം ത്യാഗം സഹിച്ചു, എന്തുമാത്രം കഷ്ടത അനുഭവിച്ചു അല്ലാഹുവേ. എന്നിട്ട് ആ ഉമ്മയുടെ വയറിങ്ങനെ വളർന്നു വരികയാണ്. ഉമ്മയുടെ വയറിങ്ങനെ വളർന്നു വരികയാണ്. 2 മാസം 3 മാസം 4 മാസമായി. പടച്ചവനെ, ഉമ്മയുടെ ഗർഭാശയത്തിന്റെ അകത്ത് നിറഞ്ഞ വെള്ളത്തിനകത്ത് കൈകാലുകൾ നമുക്ക് വരാൻ തുടങ്ങി. ആ ഉമ്മയുടെ ഉദരത്തിനകത്ത് ഞാനും നിങ്ങളും കിടന്ന് നീന്തി കളിക്കാൻ തുടങ്ങി. എല്ലാ സ്ത്രീകളും ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ഉമ്മാക്കെന്ന് ചെയ്യാൻ കഴിയുന്നില്ല. വലിയ യാത്ര പോകാൻ കഴിയുന്നില്ല. വാഹനത്തിന്റെ അകത്ത് പെട്ടെന്നൊന്ന് കയറാൻ കഴിയുന്നില്ല. കിടക്കുമ്പോ പ്രയാസമാണ്, നടക്കുമ്പോ പ്രയാസമാണ്. അല്ലാഹുവേ പടച്ചവനെ, അതല്ല എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട ഉമ്മ അനുഭവിക്കുകയാണ്. എന്നിട്ടോ പ്രസവത്തിന് സമയമാവുകയാണ്. ഇത് നമ്മൾ ചിന്തിക്കണം വടതലക്കാരെ, ഇത് നമ്മൾ ചിന്തിക്കണം സഹോദരിമാരെ. പ്രസവത്തിന് സമയമാവുകയാണ്. എന്തൊരു വേദനയും ബേജാറും വെപ്രാളവുമാണെന്നറിയോ. അല്ലാഹുവേ, എന്തെങ്കിലും തകരാറിന്റെ കുഞ്ഞിന് സംഭവിച്ചു പോകുമോ എന്ന് ഭയന്നിട്ട് ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടെ, വീട്ടിലാണെങ്കിൽ അവിടെ, അല്ലാഹുവേ, ഇന്ന് വരെ ഒരു പെണ്ണ് വായ തുറന്ന് നിലവിളിക്കുന്നത് എങ്ങനെയാണ്? അത്രത്തോളം വലിയ ഗാംഭീര്യത്തിലൂടെ ആ പ്രിയപ്പെട്ട ഉമ്മ നിലവിളിക്കുകയാണ്. ഒരു പെണ്ണിന്റെ വായ തുറക്കാൻ പറ്റുന്നതിന്റെ പരമാവധി തുറന്നിട്ട് ആ ഉമ്മ നിലവിളിക്കുകയാണ്. അല്ലാഹുവേ, ആ നിലവിളിക്ക് പകരം നീ എന്താണ് ചെറുപ്പക്കാരാ ചെയ്തു കൊടുത്തത്? ആ നിലവിളിക്ക് പകരം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ചെയ്തു കൊടുത്തതെന്താ? ആ പ്രിയപ്പെട്ട ഉമ്മ വേദനയോടെ, ആയിരക്കണക്കിന് ഞരമ്പ് പച്ചയ്ക്ക് വെട്ടിമുറിക്കുന്ന വേദനയാണ് പ്രസവത്തിനെന്ന് ഡോക്ടർമാര് പറയുമ്പോ, അല്ലാഹുവേ, ആ വേദനയോടെ നിന്നെ പ്രസവിച്ചിടുമ്പോ നിന്നെ കണ്ട ഉടനെ നിന്റെ കവളത്ത് മുത്തം തന്ന് നിന്നെ വാരിയെടുത്ത് കവളത്തു ചുംബനം തരുമ്പോ അല്ലാഹുവേ, എല്ലാ വിഷമങ്ങളും മറന്നു പോവുകയാണ്. ഇന്ന് ആ പ്രിയപ്പെട്ട ഉമ്മ അനുഭവിച്ച എല്ലാ വേദനയും നിനക്ക് വേണ്ടി മറക്കുകയാണ്. എന്നിട്ട് ആ പ്രിയപ്പെട്ട കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് മുത്തം തരികയാണ്. ഒന്നും അറിയാതെ പൊട്ടിക്കരയുന്ന നിന്റെ ചുണ്ടിലേക്ക് പ്രിയപ്പെട്ട ഉമ്മ തന്റെ മാറിടത്തിന്റെ ഭാഗം അങ്ങോട്ടെടുത്ത് അകത്തേക്ക് വെച്ചിരുന്നിട്ട് പൊന്നുമോന് സമാധാനം കൊടുക്കുമ്പോ, പൊന്നുമോന് ആശ്വാസം കൊടുക്കുമ്പോ, അല്ലാഹുവേ, പിന്നെ ജീവിക്കുന്നത് മുഴുവനും ആ കുഞ്ഞിന് വേണ്ടിയാണ്. രാത്രി ഇങ്ങനെ കുഞ്ഞിനെ തൊട്ടിൽ കിടത്തി ആട്ടുമ്പോ ഉമ്മ ഉറങ്ങുന്നില്ല, കുഞ്ഞുറങ്ങുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞ് എപ്പോഴെങ്കിലും ഒന്ന് ഉണർന്നു പോയാൽ ആ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ ഞെട്ടി ഉണർന്നിട്ട് വീണ്ടും ആ കുഞ്ഞിന് വേണ്ടി ജീവിക്കുകയാണ്. അല്ലാഹുവേ, വളർന്നു വരുമ്പോ കുഞ്ഞൊന്ന് നടക്കുമ്പോ ഉമ്മ സന്തോഷം കൊണ്ട് കരയുകയാണ്. ആ കുഞ്ഞിന്റെ വിരൽ തുമ്പ് പിടിച്ചുമ്മ നടത്തിക്കുകയാണ്. കുഞ്ഞ് ഇഴയുകയാണ്. കുഞ്ഞിന് ഭക്ഷണം ഭാര്യ വായിൽ വെച്ച് കൊടുക്കുകയാണ്. കുഞ്ഞു ഉമ്മ എന്ന് ഞാനും നിങ്ങളും ആദ്യമായി വിളിക്കുമ്പോ സന്തോഷം കൊണ്ട് ഉമ്മാക്ക് രോമാഞ്ചം ഉണ്ടാവുകയാണ്. എന്നിട്ട് പ്രിയപ്പെട്ട ഉമ്മ മാറി ഇരുന്ന് പൊട്ടി പൊട്ടി കരയുന്നു. അൽഹംദുലില്ലാഹ്, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെന്നെ ഉമ്മാന്ന് വിളിച്ചല്ലോ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെന്നെ ഉമ്മാന്ന് വിളിച്ചല്ലോ. ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മനസ്സ് സന്തോഷത്തിലാണ്. അത് കഴിഞ്ഞ് അല്ലാഹുവേ, നിനക്കെന്തെങ്കിലും അസുഖം വന്നാലോ, ചെറിയ പ്രായത്തിൽ എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, അല്ലാഹുവേ, ഉമ്മയുടെ ഊണും ഉറക്കവും കളഞ്ഞ് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രിയപ്പെട്ട ഉമ്മ നമ്മളെ എടുത്തു കൊണ്ടുപോടുകയാണ്. നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഉമ്മ കഴിക്കുന്നില്ല, നമ്മൾ വെള്ളം കുടിക്കുന്നില്ലെങ്കിലും ഉമ്മ കുടിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സങ്കടവും ഉമ്മ ഒരുപോലെ ഒപ്പിയെടുക്കുകയാണ്. ആ പ്രിയപ്പെട്ട ഉമ്മ നമുക്ക് വേണ്ടി എത്രയാ ദുആ ചെയ്തത്. രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോ ആ പ്രിയപ്പെട്ട ഉമ്മ അടുത്തു വന്നിരുന്നിട്ട്, അല്ലാഹുവേ, നമുക്ക് വേണ്ടി ദുആരക്കുന്ന റബ്ബേ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഒരു നല്ല ആരോഗ്യമുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല ബുദ്ധിയുള്ള ഒരു കുഞ്ഞാക്കി നീ വളർത്തിക്കൊണ്ടുവരണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഉമ്മ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, നമുക്ക് വേണ്ടി ദുആരക്കുന്നു. അല്ലാഹുവേ, ഇത് ഞാൻ പറയുമ്പോ എന്റെ മുമ്പിലിരിക്കുന്ന ഉപ്പമാരെ, നിങ്ങൾ അനുഭവിക്കുന്ന ത്യാഗവും ചെറുതല്ല, നിങ്ങൾ അനുഭവിക്കുന്ന ത്യാഗവും ചെറുതല്ല. ആ പ്രിയപ്പെട്ട പിതാവ് തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സങ്കടം എത്രയാണ്.
ഉമ്മമാര് മക്കളെ കുറിച്ച് പറയുമ്പോ ആവേശത്തോടു കൂടി പറയുന്നത് ഒരു മരണവേദന അനുഭവിച്ച പ്രസവത്തിന്റെ വേദനയാണെങ്കിൽ, അള്ളാഹുവേ, നമ്മുടെ പ്രിയപ്പെട്ട വാപ്പമാരോ ലേബർ റൂമിന്റെ അകത്ത് തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി അകത്ത് കിടക്കുമ്പോ പുറത്തു നിന്നുകൊണ്ടൊരു പിതാവ് അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, പുറത്തു നിന്നുകൊണ്ടൊരു പിതാവ് അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, അതൊരുമ്മ പ്രസവിക്കുന്ന വേദനയെക്കാളും വലിയ വേദനയാണ് പ്രിയപ്പെട്ട പെങ്ങളെ. ഒരുമ്മ പ്രസവിക്കുന്ന വേദനയെക്കാളും വിലപ്പെട്ട വേദനയാണ്. അതുകൊണ്ട് വാപ്പമാരൊന്നും അറിയുന്നില്ല എന്ന് പറയാൻ പാടില്ല. പുറത്തു നിന്നുകൊണ്ട് മാനസികമായ ടെൻഷൻ പടച്ചവനെ, എന്റെ ഭാര്യ ഇതാ ഒരു കുഞ്ഞിനെ തരാൻ പോകുന്നു, അപകടം വരുത്തല്ല അല്ലാ. എന്റെ ജീവിതത്തിൽ എന്റെ സഹധർമ്മിണിയായ എന്റെ പ്രിയപ്പെട്ടവളായ പെണ്ണ് അനുഭവിക്കുന്ന വേദന എത്രയാണെന്ന് എനിക്കറിയാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രസവ റൂമിന്റെ പുറത്തിരുന്നുകൊണ്ട് പൊട്ടിക്കറിയുന്ന ഒരു പ്രിയപ്പെട്ട പിതാവിന്റെ സങ്കടത്തിനും ഇസ്ലാം വില കൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പ്രസവിച്ചിടുമ്പോഴോ ഓടിച്ചെന്ന കുഞ്ഞിനെ കണ്ട് സന്തോഷിച്ച് പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്ത് നോക്കി നിർവൃതി അടയുമ്പോ ആ പിതാവ് തീരുമാനിക്കുന്നു, അല്ലാ, ഇനി എന്റെ ജീവിതം ഈ മോന് വേണ്ടിയാണ്. അവന്റെ കൈ വളർത്തിയെടുക്കാൻ, അവന്റെ കാല് വളർത്തിയെടുക്കാൻ, അവൻ ആരോഗ്യം കൊടുക്കാൻ, അവന് സംരക്ഷണം കൊടുക്കാൻ, അവന് സഹായം കൊടുക്കാനെന്ന് പറഞ്ഞ ആ പ്രിയപ്പെട്ട പിതാവ് തന്റെ ജീവിതത്തിന്റെ സർവ്വമേഖലയും മാറ്റിവെച്ചിട്ട് അവന് വേണ്ടി കഷ്ടപ്പെടുമ്പോ, അല്ലാഹുവേ പടച്ചവനെ, ആ പ്രിയപ്പെട്ട പിതാവിന്റെ മനസ്സിന്റെ സങ്കടം എത്രയാ! നിനക്ക് വേണ്ടി എത്രയാണ് സഹോദരങ്ങളെ ആ പിതാവ് അനുഭവിച്ചത്. ജോലി ചെയ്യാൻ കഷ്ടപ്പെടാൻ പോകുമ്പോ പിതാവ് മനസ്സുകൊണ്ട് കരുതുന്നു, അല്ലാഹുവേ, എന്റെ മകന് പട്ടിണിയാവാൻ പാടില്ല, എന്റെ മക്കൾ വിശപ്പടക്കാൻ നിവൃത്തിയില്ലാതെ പൊട്ടിക്കരയാൻ പാടില്ല. എന്നിട്ട് ആ പ്രിയപ്പെട്ട തന്റെ സഹധർമ്മിണിക്കും മക്കൾക്കും കൊണ്ടുവന്ന് കൊടുക്കുന്ന വാപ്പ കഴിച്ചില്ലെങ്കിലും മക്കളുടെ വാക്യകത്തേക്ക് ഭക്ഷണം വാരി വെച്ചു കൊടുക്കുമ്പോ ആ പ്രിയപ്പെട്ട മക്കൾ അനുഭവിക്കുന്ന സുഖം എത്രയാണ്! ജീവിതത്തിൽ ആദ്യമായി വാപ്പയുടെ വിരൽ തുമ്പ് പിടിച്ചുകൊണ്ട് നടന്നു പോകുമ്പോ നമുക്ക് ലഭിക്കുന്ന പൂർണ്ണമായ ഒരു സുരക്ഷിതത്വവും സന്തോഷവും എത്രയാണ്! സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ട് പിന്നെ ജീവിത കാലഘട്ടത്തിൽ നാം വളരുമ്പോ മാതാപിതാക്കളെ മറന്നു പോകുന്നു? എന്തേ നമുക്ക് ഉമ്മ ചെറുതായി പോയി? എന്തേ നമുക്ക് വാപ്പ ചെറുതായി പോയി? എന്തേ നമുക്ക് മാതാപിതാക്കൾ അന്യരായി പോയി? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്രയോ വലിയ സ്ഥാനമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, വവസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമൽതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫീ അമൈ. വേദനയോടെ പ്രസവിച്ച ഒരു ഉമ്മയുടെ വയറ്റിൽ ചുമക്കുന്ന കഷ്ടപ്പാടിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ ഓരോന്ന് വിശദീകരിച്ചതുപോലെ ഖുർആൻ പറയുന്നുണ്ട്, വഹനൻ അലാ വഹൻ. തന്റെ പ്രിയപ്പെട്ട ഉമ്മ കുഞ്ഞിനെ ചുമന്നു കൊണ്ടുവന്ന കഷ്ടപ്പാടിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ആ കുഞ്ഞിനെ പ്രസവിക്കുന്നതിന്റെ വേദന പറയുന്നു. എന്നിട്ട് ആ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നതിന്റെ പ്രയാസങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നു. എന്നിട്ട് ഖുർആൻ പറയുന്നു, അനിഷ്കുറുലി വലിവാലിദൈ, നിങ്ങൾ എനിക്ക് നന്ദി രേഖപ്പെടുത്തുക, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്ദി രേഖപ്പെടുത്തുക. അറബി ഭാഷയിൽ ഹുക്കൂക്ക്, ഹുക്കൂക്ക് എന്ന രണ്ട് വാക്കുകൾ. ഹുക്കൂക്കിലൂടെയാണെങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗവും, ഉഖൂക്കിലൂടെയാണെങ്കിൽ അള്ളാഹുവിന്റെ നരകവും നിങ്ങൾക്ക് ലഭിക്കും. ചെറിയ ഒരു അക്ഷര വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചെറിയ ഒരു ലൈവ് അങ്ങ് ഓഫ് ചെയ്തേ. എന്നിട്ട് ഇത് കറക്റ്റ്. നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? കേൾക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ പോട്ടെ, കുഴപ്പം. നാളെ നമുക്ക് ബാക്കി ശരിയാക്കി വെക്കാം. ഇന്നിപ്പോൾ ഇതെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. കാരണം ഞാൻ ഏറ്റവും അധികം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നാടും സംഘാടകരുമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു പ്രയാസം തന്നതായിരിക്കും. ഞാൻ ഒരു അഹങ്കാരത്തോടു കൂടി അല്ലെ, അത്ര നല്ല സരസാണ്, അത്ര നല്ലപോലെ പറയണമെന്ന് ചിന്തിച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് ചിലപ്പോൾ തന്നതായിരിക്കും. അത് മാത്രമല്ല, കഴിഞ്ഞ വർഷം ഇവിടെ ഞാൻ പറഞ്ഞപ്പോൾ ഇതിൽ നിന്ന് മാറി നിന്ന ചില സംഘാടകർക്ക് മാനസികമായിട്ട് വലിയ വിഷമങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഈ 7 യുവാക്കളോടൊപ്പം നിന്നിട്ട് ഇവിടുത്തെ ദീനീ പ്രവർത്തനങ്ങൾക്ക് കൂടെ നിൽക്കാതെ അവരുടെ വ്യക്തിപരമായ എന്തോ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറിപ്പോയത് ഞാൻ പറഞ്ഞത് മാറി നിന്നവർക്ക് വല്ലാത്ത സങ്കടം ഉണ്ടാക്കി എന്ന് ഞാൻ ഇന്നാണ് ആ വിഷയം അറിഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, ഈ 7 പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഈ വടുതലയിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ്. സംഘടനപരമായും മറ്റ് പ്രഭാഷണ മേഖലയിലൊക്കെ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളുള്ളൊരു സ്ഥലമാണ്. ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് വളരെ വൃത്തിയോടുകൂടി നടന്നു പോകുന്ന ഒരു വാദാണിത്. അതുകൊണ്ട് ഒരിക്കലും ഈ വാദിനോ ഈ സംഘാടകർക്കോ ഈ നാടിനോ ഒരു ഫിത്ന ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാവില്ല. കാരണം വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ പറയുന്നത്. കാരണം ഈ നാട്ടിൽ ഒരു ഫിത്ന ഉണ്ടാക്കാനാണെങ്കിൽ ഞാൻ പിന്നെ വാദിന് വരില്ല. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നാടാണ്. അല്ലെങ്കിൽ 2 ദിവസം നിങ്ങൾ ആലോചിച്ച്, എത്രയോ ആളുകൾ എറണാകുളം തൃശ്ശൂർ ജില്ലയിലെ ഭാഗത്ത് 2